സംസാരിക്കുമ്പോൾ പഠിച്ചു വച്ചിരിക്കുന്ന ഓരോ വാക്കുകൾ ആലോചിച്ച് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഫ്രേസസ് പഠിച്ചു വച്ചിട്ട് അത് പറയുന്നത്? ഫ്രേസസ് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വയ്ക്കുക, അത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതിന് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണ്. എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാക്കാണ് 24/7. എന്താണ് ഈ 24/7? ഓൾവേസ്, എപ്പോഴും എന്ന മീനിങ് ആണ്. 24 എന്ന് പറയുന്നത് 24 hours. ഒരു ദിവസത്തിൽ 24 hours അല്ലേ ഉള്ളത്. അതുപോലെ 7 days ആണ് ഒരു വീക്കിലുള്ളത്. അപ്പോൾ 24/7 ആ ഒരു കട ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ സമയത്തും ആ കട ഓപ്പൺ ആണ്. 24 hours, രാത്രിയും പകലും ഒക്കെ അത് ഓപ്പൺ ആണ്. അതുപോലെ 7 daysഉം, അതായത് ഓരോ ദിവസം സൺഡേ ഹോളിഡേ എന്നോ സാറ്റർഡേ ഹോളിഡേ എന്നോ ഒന്നും ഇല്ല. 24/7 ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും, ഓൾവേസ്. ABC is a great store because it's open 24/7. If a business does not provide 24/7 customer support, they will not succeed. ഒരു ബിസിനസ് സ്ഥാപനം 24/7 വർക്കിംഗ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ, എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ഹോളിഡേ ആണ് എങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു കസ്റ്റമർ സപ്പോർട്ട് 24/7 ആവശ്യമാണ്, അല്ലെങ്കിൽ they will not succeed. If a business does not provide 24/7 customer support, they will not succeed. I am sick of it. I am sick of it എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു തരത്തിൽ പറയാവുന്ന ഒരു ഫ്രേസാണ് I am tired of it. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മടുക്കും. ഒരേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. അപ്പോൾ നമ്മൾ പറയില്ലേ, വല്ലാതെ ബോറടിച്ച് തുടങ്ങുമ്പോൾ പറയുന്നതാണ് I am sick of it. ഇനി എനിക്കത് പറ്റില്ല, അതാണ് I am sick of it. I don't know why she is acting that way. I am sick of it. അവൾ എന്താണ് ആ രീതിയിൽ ആക്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് മതിയായി, എനിക്ക് ഇനി അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എന്ന് പറയില്ല. അതാണ് I am sick of it. I don't know why she is acting that way. I am sick of it. I don't like it anymore എന്നാണ് അതിനർത്ഥം. Bored to death. ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബോർഡ് ടു ഡെത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ബോറടിച്ചു, ഇനി എനിക്കത് പറ്റില്ല എന്ന മീനിങ് ആണ് അതിന്. ബോർഡ് ടു ഡെത്ത്. ഐ ഹാവ് നത്തിങ് ടു ഡു. ഐ ആം ബോർഡ് ടു ഡെത്ത്. ബോർഡ് ടു ഡെത്ത്. ഐ ആം ബോർഡ് ടു ഡെത്ത്. ലെറ്റ്സ് ഡു സംതിങ് എൽസ്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഐ ആം ബോർഡ് ടു ഡെത്ത്. ലെറ്റ്സ് ഡു സംതിങ്. I can eat a horse. എനിക്കൊരു ഹോഴ്സിനെ തിന്നാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാതെ വിശക്കുമ്പോൾ എന്ത് കിട്ടിയാലും തിന്നുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ. കാരണം അത്രയ്ക്ക് വിശപ്പാണ്. ഇഷ്ടം നോക്കാതെ എന്ത് കിട്ടിയാലും തിന്നും, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കഴിക്കും. അതാണ് ഹോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ല. ഹോഴ്സിൻ്റെ മീറ്റ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷേ അതൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി വല്ലാതെ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാൻ ഞാൻ തയ്യാറാണ്, എന്ത് കിട്ടിയാലും കഴിക്കാൻ തയ്യാറാണ്, അത്രയ്ക്ക് എക്സ്ട്രീംലി ഹംഗ്രി എന്ന് പറയുന്നതിനാണ് ഐ ക്യാൻ ഈറ്റ് എ ഹോഴ്സ് എന്ന് പറയുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഈറ്റ് എ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശപ്പ് എനിക്കുണ്ട് എന്നർത്ഥം. ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഈറ്റ് എ ഹോഴ്സ് റൈറ്റ് നൗ. റൈറ്റ് നൗ ഐ ആം വെരി ഹംഗ്രി എന്നാണ് അതിനർത്ഥം. ഗോ വിത്ത് ദ ഫ്ലോ. ഗോ വിത്ത് ദ ഫ്ലോ. ഒഴുക്കിന് അനുകൂലമായി പോവുക എന്ന് പറയില്ലേ. നമ്മൾ വഞ്ചി തുഴയുമ്പോഴായാലും നീന്തുമ്പോഴായാലും ഒക്കെ ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ. ഒഴുക്കിന് എതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്
നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താണോ, മറ്റുള്ളവരൊക്കെ പോകുന്ന വഴിയേ പോവുക. മറ്റുള്ളവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ നോക്കി അതേപോലെ തന്നെ ചെയ്യുക. നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ മറ്റുള്ളവർ ചെയ്യുന്നത് അതുപോലെ തന്നെ പോവുക. അതാണ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത്. വൈ ഡു യു ഡു എവറിത്തിങ് ഡിഫറൻ്റ്ലി? യു ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ എന്തിനാണ് എല്ലാം ഡിഫറൻ്റായിട്ട് ചെയ്യുന്നത്? എന്തിനാണ്? നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണോ അത് നോക്കി അതേപോലെ തന്നെ ചെയ്യുക എന്നാണ് അതിനർത്ഥം. വൈ ഡു യു ഡു എവറിത്തിങ് ഡിഫറൻ്റ്ലി? യു ഷുഡ് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഡു ഇറ്റ് ലൈക്ക് ജസ്റ്റ് എവരി വൺ എൽസ് ഡസ് ഇറ്റ്. ഗോ ഡച്ച്. ഗോ ഡച്ച് എന്നാൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് പുറത്തു പോകുന്നു, പല സ്ഥലങ്ങളൊക്കെ കാണുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ബില്ല് വരുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ അവർ ഓരോരുത്തരും പേ ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ഒരാൾ ബില്ല് കൊടുക്കും അല്ലേ? ബില്ല് ഒരാൾ പേ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യും. എല്ലാവർക്കുമായിട്ട് ആ ഒരു ബില്ലിൻ്റെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് എടുക്കും. ഇതൊന്നും അല്ലാതെ നമ്മൾ ഒരു ഗ്രൂപ്പ്, ഒരു 4 ആളുകൾ, ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും കഴിച്ചത് എന്താണോ, നമ്മൾ കഴിച്ച ഫുഡിൻ്റെ എമൗണ്ട് മാത്രം നമ്മൾ കൊടുക്കുക. ഇൻഡിവിജ്വലായിട്ട് പേ ചെയ്യുക. അതാണ് ഗോ ഡച്ച് എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരാൾ കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഓരോരുത്തരും കഴിച്ചത് എന്താണോ അതിന് ആ ഒരു ബില്ല് നമ്മൾ കൊടുക്കുക. അതാണ് ഗോ ഡച്ച് എന്ന് പറയുന്നത്. പേയിങ് ഫോർ ഓൺലി വാട്ട് യു ഓർഡേർഡ്. ഈച്ച് പേഴ്സൺ പേയ്സ് ഫോർ വാട്ട് എവർ ഹി ഹാസ് ഓർഡേർഡ്. യു ഡോണ്ട് ഹാവ് ടു പേ ഫോർ മീ, ലെറ്റ്സ് ഗോ ഡച്ച് ടുഡേ. യു ഡോണ്ട് ഹാവ് ടു പേ ഫോർ മീ, ലെറ്റ്സ് ഗോ ഡച്ച് ടുഡേ. ലെറ്റ്സ് ഗോ ഡച്ച് ടുഡേ. നീ എനിക്ക് വേണ്ടി പേ ചെയ്യേണ്ടതില്ല, ലെറ്റ്സ് ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പേ ചെയ്യാം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് ഫ്രേസസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.